ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മഷ്റൂം കറിയാണ്. ഇത് ചൈനയുടെ മഷ്റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വെക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി നോക്കിയാലോ. ഒരു തക്കാളിയുടെ പാതി എടുത്തിട്ടുണ്ട്. ഒരു കൊച്ചു സവാളയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞത്. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ഒന്ന് ചതച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യത്തിനാണ് കേട്ടോ പച്ചമുളക് ചേർക്കാനുള്ളത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വറുത്ത തേങ്ങയാണ്. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ ഈ തേങ്ങ വറുത്തതിനകത്ത് തന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ചിപ്പോൾ ഇട്ടത് കേട്ടോ. ഇനി നമുക്ക് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കടുകും പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളെ സവാളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മഷ്റൂം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നും 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൂണൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് വറുത്തരച്ചൊന്ന് വെച്ച് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.